സംവരണക്രമം മറികടന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ വീണ്ടും അധ്യാപക നിയമന നീക്കം. 2019 നിയമനം സംവരണക്രമം പാലിക്കാതെയാണെന്ന് സുപ്രീംകോടതി ഉത്തരവ് നിലനിൽക്കെയാണ് വീണ്ടും നിയമനത്തിന് നീക്കം നടത്തുന്നത്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെയാണ് നിയമന വിജ്ഞാപനമെന്നും ആരോപണമുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ 2019 116 അധ്യാപകരെ നിയമിച്ചതിൽ സംവരണ അട്ടിമറി നടന്നുവെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ 20-ലേറെ ഉദ്യോഗാർത്ഥികളുടെ കേസ് നടന്നുകൊണ്ടിരിക്കെയാണ് വീണ്ടും അധ്യാപക നിയമനത്തിന് വിജ്ഞാപനമിറക്കിയത്. ഈ നിയമനങ്ങളിൽ സംവരണ നിയമങ്ങൾ ലംഘിച്ചുവെന്നും നിയമനത്തിനുപയോഗിച്ച സംവരണക്രമം തെറ്റാണെന്നും ഹൈക്കോടതി വിധിച്ചിരുന്നു. ഈ വിധിയെ ചോദ്യം ചെയ്ത് സർവകലാശാല സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീംകോടതി അംഗീകരിച്ചില്ല. തുടർന്ന് 3 ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകിയതോടെ ബാക്കി ഉദ്യോഗാർത്ഥികളും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നിയമനം കൊടുക്കേണ്ട ഒഴിവുകളിൽ ഓപ്പൺ വിഭാഗത്തെ നിയമിച്ചതിനെതിരായ കേസിൽ കമ്മീഷൻ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി ഉത്തരവിട്ടിരുന്നെങ്കിലും ആ വിധിയും നടപ്പായില്ല. പുതിയ വിജ്ഞാപന പ്രകാരമുള്ള നിയമനങ്ങളും നിയമക്കുരുക്കിലാവുമെന്ന വാദമുയരുന്നുണ്ട്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെയാണ് നിയമന വിജ്ഞാപനമെന്നും ആരോപണമുണ്ട്. വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ റഷീദ് അഹമ്മദ് ചാൻസലർക്ക് പരാതി നൽകി. റിപ്പോർട്ടർ, കോഴിക്കോട്.